കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0, IGNO Previous Year Question Papers Ultimate Analysis. And നമ്മളിവിടെ IGNO Previous Year Question Papersന്റെ Ultimate Analysis ചെയ്യാൻ പോകുന്ന പേപ്പറായിട്ടുള്ള PGC 107 ആണ്. സോ ഈ ഒരു സെഷൻ IGNO Focus 5.0 എന്ന് പറഞ്ഞ സെഷനിൽ നമ്മൾ മെയിൻലി ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് അതിനൊന്ന് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് അല്ലെങ്കിൽ BGC 107 എന്ന പേപ്പറിൽ ഏതൊക്കെ പോർഷൻസ് ഏതൊക്കെ ബ്ലോക്സിൽ നിന്നാണ് ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ആൻഡ് അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു ടോക്കാണ്. ആൻഡ് ഇതിൽ നമ്മൾ മെയിനായിട്ടും നമ്മൾ ഏതൊക്കെ പോർഷൻസിനാണ് അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലോക്സിനാണ് ഏതൊക്കെ യൂണിറ്റ്സിനാണ് ഏതൊക്കെ ടോപ്പിക്സിനാണ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സിലബസ് മാപ്പിംഗ് ഉണ്ടാവും. അതായത് ബ്ലോക്ക് വൈസ് ടോപ്പിക് വൈസ് നമ്മൾ റെലവൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ടാവും. ഫോർമാറ്റ്സ് മാർക്ക് ട്രെൻഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യും. ആൻഡ് റിക്കറിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. സോ ഇനി വരാൻ സാധ്യതയുള്ള ടോപ്പിക്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. സോ ഈ ഒരു സെഷൻ്റെ ലാസ്റ്റിലോട്ട് നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കാണുന്നതായിരിക്കും. ആൻഡ് അതിൻ്റെ ആൻസർ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമും അവൈലബിൾ ആണ്. പക്ഷെ ആ ഒരു ആൻസേഴ്സോ അല്ലെങ്കിൽ മാർക്കിംഗ് സ്കീമോ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കില്ല. ബിക്കോസ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം അവൈലബിൾ ആയിട്ടുണ്ടാവുക ലേൺവൈസ് ആപ്പിലായിരിക്കും. ഓക്കെ, സോ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ്. ഇവിടെ നമ്മൾ ഓരോരോ ബ്ലോക്സിലെ ഓരോരോ യൂണിറ്റ്സിലെ ഓരോരോ ടോപ്പിക്സ് എത്ര റിലവൻ്റ് ആണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ഇത് നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, സോ ബ്ലോക്ക് 1 വെബ്സ്റ്റർ, യൂണിറ്റ് 1 ജക്കോബിയൻ ട്രാജഡി ആൻഡ് ഇൻഫ്ലുവൻസസ്, മെഡീവിയൽ, മാർലോ, സെനേക്ക, ഷേക്സ്പിയറൻ. സോ ഈ ഒരു ടോപ്പിക്സിൽ നിന്നും നമുക്ക് മീഡിയം റിലവൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളത്. അപ്പിയറൻസസ് 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബ്ലോക്ക് 1 വെബ്സ്റ്റർ, യൂണിറ്റ് 2 റിവെഞ്ച് പ്ലേസ് ഓർ ട്രാജഡി, ട്രഡിഷൻ ആൻഡ് കോൺസെപ്റ്റ്, അപ്പിയറൻസ് 1 ടൈം, റെലവൻസ് ലോ. Block 1 Webster, Unit 3, Touches of Malfi, Setting, Major Themes, Analysis, Appearances 4 times, Relevance low. Block 1 Webster, Unit 4, Touches of Malfi, Characters and Critical Perspectives, Appearances 5 times, Relevance medium. Block 2 Milton, Unit 1, 17th century context, Puritan, Scientific Revolutions, Metaphysical and Cavalier Poets, 3 Johns, Appearances 7 times, relevance medium. Block 2 Milton, Unit 2, Milton's life, works, illusion and style, appearance 1 time, relevance low. Block 2 Milton, Unit 3, Lycidas and sonnet, elegy, Petrarchan sonnet, biblical references, appearances 9 times, reference medium. Block 2 Milton, Unit 4, El Allegro and Penseroso, themes, allegory, comparison, appearance 6 times, medium relevance. Block 3 Dryden, Unit 1, Dryden's life and restoration, context, popish plot, appearances 2 times, low relevance. Block 3 Dryden, Unit 2, MacFlecknoe, reading and episodes,
one time appeared, relevance low. Block 3, Dryden, Unit 3, McFlecknoe, summary and explanations, one time appeared, relevance low. Block 3, Dryden, Unit 4, McFlecknoe, theme, title, form, poetic diction, satire, 9 times appeared, medium relevance. Block 4, Pop, Unit 1, Age of Pop, Augustan Poetry, Classicism versus Romanticism, Rise of the Novel. 8 times appeared, relevance, medium. Block 4, Pop, Unit 2, Life and Works, Rape of the Lock, Cantos, appearances 4 times, relevance low. Block 4, Unit 3, Classical Epic and the Mock Epic, Rape, rape as Mock Epic, Mock Heroic, 6 times appearances, relevance medium. Block 4, Unit 4, Characters and Style, Belinda, Heroic Couplet, Picture of Society, 3 times appearances, relevance low. സോ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം, അതായത് ബ്ലോക്ക് വൈസ് ടോപ്പിക് വൈസ് റെലവൻസ് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു കാര്യം ഒരു ബാർ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് സെയിം കാര്യം തന്നെ ഹീറ്റ് മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ്. ഹൈ yield ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2022 ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് ആണ്. ഫസ്റ്റ്, ലിസിഡാസ് ആൻഡ് സോണറ്റ്, എലജി, പെട്രാർക്കൻ സോണറ്റ്, ബിബ്ലിക്കൽ റെഫറൻസസ് 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് McFlecknoe, തീം, ടൈറ്റിൽ, ഫോം, ഡിക്ഷൻ, സറ്റയർ 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ടച്ചസ് ഓഫ് മാൽഫി, ക്യാരക്ടേഴ്സ്, തീംസ്, സെറ്റിംഗ് 9 ടൈംസ് തന്നെയാണ്. ആൻഡ് ദാറ്റ് ടു യൂണിറ്റ് 3 and 4 കമ്പൈൻ ചെയ്തിട്ടാണ് 9 ടൈംസ് അപ്പിയറൻസ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഏജ് ഓഫ് പോപ്പ് ഓർ അഗസ്റ്റൻ പോയിറ്റിക്സ് 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. എൽ അലെഗ്രോ, പെൻസറോസോ 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഹിയർ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് നോട്ട്സ് ആൻഡ് അതേപോലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ആൻഡ് അതിൽ സെക്ഷൻ 8 മെയിനായിട്ടും ഷോർട്ട് നോട്ട്സ് ആണ് ചോദിക്കുക. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് 100 വേർഡ്സിനാണ് ആൻഡ് 5 മാർക്സിനാണ് ചോദിക്കുക. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് 5 മാർക്സിനാണ് നമ്മൾ എഴുതേണ്ടത്. ആൻഡ് നെക്സ്റ്റ് മീഡിയം അനലിറ്റിക്കൽ ആൻസേഴ്സ് സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ആ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ 200 to 250 വേർഡ്സിലാണ് എഴുതേണ്ടത്. ആൻഡ് 10 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആൻഡ് ലോങ് എസ്സേസ്, നെക്സ്റ്റ് ലോങ് എസ്സേസ്. അതിലോട്ട് വരുന്ന സമയത്ത് സെക്ഷൻ സിയിൽ നമ്മൾ ലോങ് എസ്സേസ് ആണ് ചോദിക്കുക. ആൻഡ് ലോങ് എസ്സേസ് എന്ന് പറയുന്ന സമയത്ത് 350 വേർഡ്സ് നമ്മൾ എഴുതേണ്ടത്. ആൻഡ് ഓൾസോ 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരിക. ആൻഡ് 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് ലോങ് എസ്സേസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ് എൽ അലെഗ്രോ വേഴ്സസ് പെൻസറോസോ അങ്ങനത്തെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് സെക്ഷൻ സിയിൽ. ആൻഡ് സെയിം അതും നമ്മൾ 350 വേർഡ്സിലാണ് എഴുതേണ്ടത്. 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസ്. ഷോർട്ട് നോട്ട്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം ആൻസർ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് 5 മാർക്സിനാണ് നമ്മൾ എഴുതേണ്ടത് ഓരോ ക്വസ്റ്റ്യനും ഷോർട്ട് നോട്ട്സിൻ്റെ. ആൻഡ് അത് 100 വേർഡ്സിലാണ് എഴുതേണ്ടത്. ഓക്കെ, അതേപോലെ സെക്ഷൻ ബി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മീഡിയം ആൻസേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു 10 മാർക്സിൻ്റെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ആൻഡ് അതിൽ നമ്മൾ 200 to 250 വേർഡ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആൻസർ ചെയ്യുന്ന സമയത്ത്. ഓൾസോ നമ്മൾ മീഡിയം ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് പോയിന്റ്സ്, കൊട്ടേഷൻസ്, ബ്രീഫ് കോട്ട്സ് ഒക്കെ യൂസ് ചെയ്താൽ, എക്സാമ്പിൾസ് ഫ്രം ടെക്സ്റ്റ് ഒക്കെ യൂസ് ചെയ്താൽ അത് കുറച്ചും കൂടെ ആൻസേഴ്സിനെ കുറച്ചും കൂടെ ഒന്ന് എൻറിച്ച് ചെയ്യും. ലോങ് എസ്സേസിലേക്ക് വരുന്ന സമയത്ത് ലൈക്ക് നമ്മൾ ഒരു 3 to 4 പാരഗ്രാഫ്സ് ആയിട്ടാണ് എഴുതേണ്ടത്. ഓൾസോ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫും ആവശ്യമാണ്. ആൻഡ് 20 മാർക്സിനാണ് ചോദിക്കുക. നമ്മൾ 350 വേർഡ്സിലാണ് ലോങ് എസ്സേസ് എഴുതേണ്ടത്. ആൻഡ് ലോങ് എസ്സേസിൽ
നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അതിനകത്തും നമ്മൾ ഇതേപോലെ സെയിം ആയിട്ട് 20 മാർക്സിനാണ് ചോദിക്കുക, 350 വേർഡ്സിനാണ് എഴുതേണ്ടത്. ഓക്കെ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ലാസ്റ്റ് 5 സെഷൻസ്. സോ നമ്മൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ബ്ലോക്സിൽ നിന്നും ആവറേജ് എത്ര മാർക്സ് ആണ് പെർ പേപ്പർ ചോദിച്ചിട്ടുള്ളത്. അതായത് ലാസ്റ്റ് 5 എക്സാമിനേഷൻ സെഷൻസിലും പെർട്ടിക്കുലർ ബ്ലോക്സിൽ നിന്ന് അതായത് അല്ലെങ്കിൽ ഓരോരോ ബ്ലോക്സിൽ നിന്ന് എത്ര ആവറേജ് മാർക്കിലാണ് ഓരോ പേപ്പറിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അതേപോലെ അതിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് ഷെയറും നമ്മൾ നോക്കും. ബ്ലോക്ക് 1 വെബ്സ്റ്റർ 16.57 ആവറേജ് മാർക്സ് പെർ പേപ്പർ ആണ്. ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ 16.57. ബ്ലോക്ക് 2 മിൽട്ടൺ 22.86, total percentage share 20.86. Block 3 Dryden 20.26, total percentage share 20.26. Block 4 Pop 28.31, total percentage share 28.31. And ഈ നമ്മൾ പറഞ്ഞ സെയിം കാര്യം നമ്മളിവിടെ ഒരു ഗ്രാഫിൻ്റെ ഫോമിൽ റിപ്രസെൻറ്റ് ചെയ്തതാണ്. ആൻഡ് പാറ്റേൺ ഹൈലൈറ്റ്സ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് സ്ട്രക്ചർ വളരെ സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. വലിയ തരത്തിൽ മാറ്റങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ലൈക്ക് 3 സെക്ഷൻസ് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ആൻഡ് അതേപോലെ വേർഡ് കൗണ്ടും സെയിം തന്നെയാണ്. 2022 തൊട്ട് ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത്. ആൻഡ് കമ്പാരിറ്റീവ് എസ്സേസ് എടുക്കുന്ന സമയത്ത് ഇന്നത്തെ നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളത് ഈ മിൽട്ടൺ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ബ്ലോക്സ് വൈസ് നമ്മൾ എംഫസിസ് നോക്കുകയാണെങ്കിൽ മിൽട്ടൺ, ബ്ലോക്ക് 2, പോപ്പ്, ബ്ലോക്ക് 4 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ആൻഡ് ഓൾസോ ഡ്രൈഡൻ ആൻഡ് വെബ്സ്റ്റർ എടുക്കുന്ന സമയത്ത് സ്ലൈറ്റ്ലി ലോവർ ആയിട്ടാണ് അവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒരു പ്രിപ്പറേഷൻ ടിപ്പ് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ എക്സാംസ് എന്ന് പറയുന്നത് 3 hour ആണ്. അതേപോലെ 100 മാർക്കിനാണ് ചോദിക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ എ എഴുതുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് 35 to 40 minutes ആണ്. ആൻഡ് സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് 40 to 45 minutes ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് സെക്ഷൻ സിയിലേക്ക് വരുന്ന സമയത്ത് 85 to 95 minutes ആണ്. ആൻഡ് ഓരോ സെക്ഷനും അതായത് ടൈം നമ്മൾ മാറ്റി വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ഇത് കൂടാതെ 10 to 15 minutes നമ്മൾ റിസർവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് ഫസ്റ്റ് നമ്മൾ പേപ്പർ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മളൊന്ന് പ്ലാൻ ചെയ്യണമല്ലോ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്, ആ ഒരു കാര്യത്തിനും. പിന്നെ അതേപോലെ ഫൈനലായിട്ട് നമ്മൾ എക്സാംസ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും പ്രോപ്പറായിട്ടാണോ അറ്റൻഡ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി പ്ലാനിങ് ആൻഡ് ഫൈനൽ ചെക്സിന് വേണ്ടിയിട്ട് നമുക്കൊരു 10 to 15 minutes മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ടൈം മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ സെക്ഷൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കൊരു എന്താ പറയുക ആൻസേഴ്സ് ചെക്ക് ചെയ്യാനും അതേപോലെ എന്താ പറയുക ലൈക്ക് പ്ലാൻ ചെയ്യാനും ഒക്കെ ടൈം ഉണ്ടാവും. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. സോ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിക്കറിംഗ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡ്രൈഡൻസ് മാക്ഫ്ലെക്നോ ആസ് സെറ്റയർ മോക്ക് എപ്പിക് 8 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്, പോപ്സ് റേപ്പ് ഓഫ് ദ ലോക്ക് ആസ് മോക്ക് എപ്പിക് ഫീച്ചേഴ്സ് പാരഡി മെഷീനറി 6 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. തേർഡ്, ദ ഡച്ചസ് ഓഫ് മാൽഫി ക്യാരക്ടേഴ്സ് ആൻഡ് തീംസ് 6 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഫോർത്ത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി അഗസ്റ്റൻ ഏജ് ഓർ ഏർലി 18th century പോയിട്രി 4 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, സോണറ്റ് ഫോംസ് പെട്രാർക്കൻ വേഴ്സസ് ഷേക്സ്പിയറിയൻ ഡെഫിനിഷൻസ് ഓഫ് ഫീച്ചേഴ്സ് 4 times അപ്പിയർ ചെയ്തിട്ടുണ്ട്.
Compare Milton's El Allegro and Penseroso. Themes or vision 3 times appear ചെയ്തിട്ടുണ്ട്. Jacobean drama, tragedy, features or Senecan influence 3 times appear ചെയ്തിട്ടുണ്ട്. Poetic diction, definition or use, appearances 3 times. Elegy or pastoral elegy, definition, Miltonic practice 3 times appeared. Rise of the English novel, appearances 3 times. സെയിം കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടോപ്പിക്സും എത്ര അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളൊരു ടേബിളിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഡ്രൈഡൻസ് മാക്ഫ്ലെക്നോ ബ്ലോക്ക് 3യിൽ നിന്നും 8 ടൈംസ് അപ്പിയർഡ് ആണ്. ആവറേജ് മാർക്ക് 16.25. പോപ്സ് ദ റേപ്പ് ഓഫ് ദ ലോക്ക് ബ്ലോക്ക് 4 appearances 6 times, 16.67 average marks. The Duchess of Malfi block 1 Webster appearances 6 times, 15 average mark. Characteristics of the Augustan age block 4 times appearances 15 marks. Sonnet forms block 2 4 times appearances 5 marks. Compare and contrast Milton's block 2 3 times appearances average marks 20. Rise of the English novel block 4 appearances 3 times average marks 15. Jacobean drama block 1 appearances 3 times average mark 8.33. Poetic diction block 3 appearances 3 times average mark 5. Elegy or pastoral elegy block 2 appearances 3 times average marks 5. ഈ ഒരു കാര്യം നമ്മളൊരു വിഷ്വൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്താണ്. നമ്മൾ ടേബിളിൽ പറഞ്ഞ സെയിം കാര്യമാണ് നമ്മൾ വിഷ്വൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് തിങ് നമ്മൾ ഇപ്പം കുറച്ച് ടോപ്പിക്സ് ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ ആ ടോപ്പിക്സിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു ഔട്ട്ലൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഈ ടോപ്പിക്സ് എടുക്കുന്ന സമയത്തും. ആൻഡ് അതേപോലെ അത് നമ്മൾ എഴുതി നോക്കണം. ആൻസർ റൈറ്റിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അത് എടുത്തിട്ട് ഒരു 12 മിനിറ്റ്സിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ. ആൻഡ് അതും നമ്മൾ എന്താ പറയുക 20 മാർക്സിന് എഴുതാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ. ആൻഡ് അതിനുശേഷം നമ്മൾ അതിനെ സെൽഫ് മാർക്ക് ചെയ്യുക. നമ്മൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് നോക്കുക. ആൻഡ് അതേപോലെ ഷോർട്ട് നോട്ട്സിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൊട്ടേഷൻസും ഒക്കെ ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. എഴുതുന്ന സമയത്ത് ആൻസേഴ്സിനെ അത് കുറച്ചും കൂടെ ഒന്ന് എലവേറ്റ് ചെയ്യും, എൻറിച്ച് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മൾ ഓരോരോ ടോപ്പിക്സ് എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സിനെയൊക്കെ നമ്മൾ ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതി അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആണ്. ആൻഡ് അതേപോലെ നമ്മളത് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമല്ലാതെ നമ്മൾ റിവൈസ് ചെയ്യണം. ട്വൈസ് ഓർ ത്രൈസ് നമ്മളത് റിവൈസ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പിക് പ്രോബബിലിറ്റിയാണ്. ഓക്കെ. സോ എത്ര ശതമാനം അല്ലെങ്കിൽ എത്രത്തോളം ടോപ്പിക്സ് ഇനി വരുന്ന എക്സാംസിൽ അപ്പിയർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. 2022 to 2025 ജൂണിലെ വരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലായ കാര്യമാണ് എത്രത്തോളം ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെ ഇനിയുള്ള അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിൽ അപ്പിയർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രോബബിലിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബ്ലോക്ക് 3 ഡ്രൈഡൻ യൂണിറ്റ് 4 മാക്ഫ്ലെക്നോ 6 times appearances. Probabilities 100. Category high. So 100% പ്രോബബിലിറ്റി ഉണ്ട് ഈ ഒരു മാക്ഫ്ലെക്നോ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം. ബ്ലോക്ക് 1 വെബ്സ്റ്റർ യൂണിറ്റ് 1 or 2 ജക്കോബിയൻ മാലോവൈൻ സെനേക്കിൻ ട്രാജഡി ആൻഡ് ഇൻഫ്ലുവൻസസ് 6 times appearances. Probability 100%. Block 4 Pop Unit 3 The Rape of the Lock Mock Epic. Features machinery 5 times appearances 83.3. Category high. Block 1 Webster Units 3 or 4 Touches of Malfi. Themes characters tragedy 5 times appearances 83.3. Category high. Block 2 Milton Unit 4 El Allegro and Penseroso. Comparison themes symbolism 5 times appearances. Probability 83.3%. Category high. Block 2 Milton Unit 3 Lycidas and Sonnet.
Elegy of Biblical References, 5 times appearances, 83.3 high. Block 2 Milton, Unit 3, sonnet forms, Petrarchan or Shakespearean, 4 times appearances, probability 66.7 percentage, category medium. Block 4 Pop, Unit 1, early 18th century poetry, Augustan traits, 3 times appearances, 50 probability, category medium. Block 3 Dryden, Unit 4, poetic diction, definition or use, 3 times appearances, 50% probability, category medium. Block 4 Pop, Unit 1, rise of the English novel, 2 times appearances, 33.3% probability, category low. Priority study list. സോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് മാക്ഫ്ലെക്നോ, സറ്റയർ, മോക്ക് എപ്പിക്, സ്റ്റാൻസ്. ഓക്കെ, സെക്കൻഡ് ദ റേപ്പ് ഓഫ് ദ ലോക്ക്, മോക്ക് എപ്പിക്, ഫീച്ചേഴ്സ്. Third, the touches of Malfi, themes, characters, tragedy. Next, Milton's Allegro, Penseroso, comparison and themes. Milton's Lycidas or sonnet, elegy and biblical references. Next, Jacobean, Marlowean, Senecan tragedy, context and influences. So, next is medium, 40 to 69%. നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ അല്ലെങ്കിൽ ടോപ്പിക്സ് നമുക്ക് നോക്കാം. മീഡിയം റേഞ്ചിലുള്ള ടോപ്പിക്സ് ആണ്. ദാറ്റ് ഈസ് ഏർലി 18th century poetry traits, Augustan poetry traits. Next, sonnet forms, Petrarchan or Shakespearean. Next, poetic diction, definition or use. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഹൈ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ആൻസർ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത് 150 to 200 വേർഡിൽ പാരഗ്രാഫ്സ് തിരിച്ച് നമ്മൾ എഴുതണം. അതേപോലെ നമ്മൾ 12 to 15 മിനിറ്റിൽ ആൻസർ റൈറ്റിംഗ് വിത്തിൻ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ 3 quotations per ടെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഹൈ കാറ്റഗറി ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് മീഡിയം കാറ്റഗറി എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ ഈ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉപയോഗിച്ച് അതേപോലെ ഡെഫിനിഷൻ എക്സാമ്പിൾസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഈച്ച് ടോപ്പിക്സിന് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ലോ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് നമുക്ക് നോക്കാം. റൈസ് ഓഫ് ദ ഇംഗ്ലീഷ് നോവൽ, ദാറ്റ് ഈസ് ലോ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് ആയാലും നമ്മൾ അതിൻ്റെ ഒരു ബ്രീഫ് നോട്ട്സ് ഒക്കെ എഴുതിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 3 hour ആണ് എക്സാമിനേഷൻ ഉണ്ടാവുക. 100 മാർക്സിനാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. ആൻഡ് അതേപോലെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായി വായിക്കുക എന്നുള്ളത്. അപ്പം ഇതിൽ കൊടുത്ത പോലെ ദർ ആർ 3 sections ഇൻ ദിസ് പേപ്പർ. സെക്ഷൻ A, B and C. അറ്റംപ്റ്റ് ഓൾ സെക്ഷൻസ്, എല്ലാ സെക്ഷൻസും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആണ്. ആൻഡ് സെക്ഷൻ എയിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 4 of the following in about 100 words each. സോ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നമ്മൾ ഷോർട്ട് നോട്ട്സ് എഴുതേണ്ടത് ഏതെങ്കിലും 4 questionsiനാണ്. ഓക്കെ, ദാറ്റ് ടു ടോട്ടൽ ഈ സെക്ഷനിൽ 20 മാർക്സ് ആണ്. സോ 4 questions ആണ് ഇവിടെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ആൻഡ് 5 marks ആണ് ഈച്ച്. സോ 4 into 5 is 20 മാർക്സ് ആണ് സെക്ഷൻ എയിൽ നിന്ന് വേണ്ടത്. ആൻഡ് സെക്ഷൻ ബിയിൽ നിന്നും 20 മാർക്സ് ആണ്. ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ഈ 4 questions കൊടുത്തതിൽ നമ്മൾ 2 questions ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഓരോ ക്വസ്റ്റ്യനും 10 marks ഈച്ച് ആണ്. സോ 2 into 10, 20 marks. ഓക്കെ, ആൻഡ് യെസ്, സെക്ഷൻ സിയിലേക്ക് വരുന്ന സമയത്ത് ലൈക്ക് 60 മാർക്സ് ആണ് സെക്ഷൻ സിയിലുള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ 3 questions ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്സ് ആണ്. ഓക്കെ, 7 questions ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 7 questionsൽ നമ്മൾ ഏതെങ്കിലും 3 questions അറ്റംപ്റ്റ് ചെയ്താൽ മതി. ആൻഡ് ഓരോ ക്വസ്റ്റ്യൻസും ക്യാരി ചെയ്യുന്നത് 20 മാർക്സ് ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നന്നായി എഴുതാൻ പറ്റുന്ന 3 questions സെലക്ട് ചെയ്യുക. ആൻഡ് എന്നിട്ട് 20 മാർക്സിന് എഴുതുക. ഓക്കെ, ഇങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക.
ആൻഡ് ഓരോ സെക്ഷനും അതേപോലെ ഓരോ കാര്യവും ലൈക്ക് ഓരോരോ ഇൻസ്ട്രക്ഷൻസും ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് തന്നെ അതാത് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.